कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। श्री सीतालक्ष्मण ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ എന്താ ഇത് പോയിട്ടോ, സോറി, രണ്ടാം സർഗയിലോ രണ്ടാം സർഗം നമ്മൾ 12ാമത്തെ ശ്ലോകമല്ലേ. അപ്പം അതിൽ സീതയെ കണ്ടു, എന്നിട്ട് കൃതാർത്ഥോസ്മ്യഹം എന്ന് പറഞ്ഞ് അല്ലേ ഭഗവാൻ ഹനുമാന് സീതയെ കണ്ടപ്പോഴുള്ള സന്തോഷം, ഞാൻ കൃതാർത്ഥനായി, രാമകാര്യം സാധിച്ച് ഞാൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി 13ഉം 14ഉം വായിക്കാം. ഒരു 12ാമത്തെ ഒരു വരിയുണ്ടതുകൊണ്ട്. തതക്കിലാ ശബ്ദോ ബഭൂവാന്തപുരാദ്ബഹി കിമേതദിതി സംലീനോ വൃക്ഷ പത്രേഷു മാരുതി ആയാന്തം രാവണം തത്ര സ്ത്രീജനൈ പരിവാരിതം ദശാസ്യം വിംശതിഭുജം നീലാഞ്ജനചയോപമം ദൃഷ്ട്വാ വിസ്മയമാപന്ന പത്രഷണ്ഡേഷ്വലീയത. അതോ ഇനിയിപ്പോൾ ഈ അഴകിയ രാവണൻ്റെ വരവാണ് കേട്ടോ. ഇനി തതഹ അന്തഃപുരാത് ബഹി, അപ്പോൾ അന്തഃപുരത്തിൻ്റെ പുറത്തേ കിലകിലാ ശബ്ദ ബഭുവ, കിലകില ശബ്ദം കേട്ടു, എന്തൊക്കെയോ ശബ്ദം കേൾക്കണം അന്തഃപുരത്തിൻ്റെ പുറത്തുനിന്ന്. ഏതത് കിം ഇതെന്താണ് എന്ന് മാരുതിഹി വൃക്ഷ പത്രേഷു സംലീനഃ. ഹനുമാൻ വൃക്ഷത്തിൻ്റെ ഇലകളുടെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഇരുന്നു. അപ്പോഴാണ് ഇരിക്കുമ്പോൾ ശബ്ദം കേട്ടത്. അപ്പം എന്താ കണ്ടത്? സ്ത്രീജനൈഹി പരിവാരിത, സ്ത്രീജനങ്ങളാൽ ചുറ്റപ്പെട്ടവനും ദശാസ്യം 50 ഭുജം 10 മുഖവും 20 കൈകളും ഉള്ളവനും നീലാഞ്ജന ചയോപമം, നീലാഞ്ജന മല പോലെ ഇരിക്കുന്നവനും, ഒരു കറുത്ത മലയാണെന്ന് തോന്നും, അതുപോലെ ഇരിക്കുന്നവനും, അത്ര വലിപ്പം എന്നർത്ഥം. തത്ര ആയാന്തം രാവണം ദൃഷ്ട്വ, ആ സ്ഥലത്തേക്ക് വരുന്ന രാവണനെ കണ്ടിട്ട് വിസ്മയം ആപന്ന, അത്ഭുതം പരതന്ത്രനായിട്ട് ഷണ്ഡേഷു അലീയത, ഇലകളുടെ ഇടയിൽ മറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ കൃതാർത്ഥോസ്മിഹം, ഞാൻ കൃതാർത്ഥനായി എന്നിങ്ങനെ പറഞ്ഞ് സമാധാനമായി കണ്ടൂലോ എന്ന് വിചാരിച്ചങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്തഃപുരത്തിൻ്റെ പുറത്തുനിന്ന് ശബ്ദം കേട്ടു, കോലാഹലം കേട്ടു. അപ്പം എന്താണെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ മരത്തിൻ്റെ ഇലയുടെ പിന്നിലിരുന്നിട്ടുണ്ടെ മറിഞ്ഞിരുന്ന് നോക്കിയപ്പോൾ എന്താ, സ്ത്രീജനങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് 10 മുഖവും 20 കൈകളുള്ള ഒരു അഞ്ജനപർവ്വതം തന്നെ നടന്നു വരിക എന്ന് തോന്നുന്ന പോലെ, നല്ല ശോഭയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പ്രകാശമുണ്ട്. ഒരു നീല അഞ്ജനപർവ്വതം തന്നെ ഇതിനെപ്പോലെ ശോഭിക്കുകയാണെന്ന് തോന്നുമാറ് രാവണനെ അങ്ങോട്ട് കണ്ടു. അറിയാലോ 10 മുഖവും 20 കൈയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മല പോലെ, നല്ല ഭംഗിയുള്ളൊരു മല പോലെ, നല്ല വൃത്തിയായിട്ട് രസിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള രാവണനെ കണ്ടിട്ട് അത്ഭുത പരതന്ത്രനായി എന്ന് ഹനുമാൻ. തതക്കിലാ ശബ്ദോ ബഭൂവാന്തപുരാത് ബഹി കിമേതദിതി സംലീനോ വൃക്ഷപത്രേഷു മാരുതി ആയാന്തം രാവണം തത്ര സ്ത്രീജനൈ പരിവാരിതം ദശാസ്യം 50 ഭുജം, 50 പറഞ്ഞാൽ 20 10 തല 20 കൈയും നീലാഞ്ജന ചയോപമം ദൃഷ്ട്വാ വിസ്മയമാപന്ന പത്രഷണ്ഡേഷ്വലീയത. എന്നിട്ട് പത്രത്തിൻ്റെ ഇലകളുടെ പിന്നിൽ തന്നെ ഇളകാണ്ട് ഇരുന്നു, മറഞ്ഞിരുന്നു കേട്ടോ. ഇനി 15 തൊട്ട് 20 വരെ ഒന്നിച്ചാണ് ചെല്ലണത്. രാവണോ രാഘവേണാശു മരണം മേ കഥം ഭവേത് സീതാർത്ഥമഭിനായാതി രാമ കിം കാരണം ഭവേത് ഇത്യേവം ചിന്തയൻ നിത്യം രാമമേവ സദാഹൃദി തസ്മിൻ ദിനേ അപരരാത്രൗ രാവണോ രാക്ഷസാധിപ സ്വപ്നെ രാമേണ സന്ദിഷ്ട കശ്ചിദാഗത്യ വാനര കാമരൂപധര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്ഥോനുപശ്യതി ഇതി ദൃഷ്ട്വാദ്ഭുതം സ്വപ്നം സ്വാത്മന്യേവാനുചിന്യ സഹ സ്വപ്ന കദാചിൽ സത്യഃ
സ്യാദേവം തത്ര കരോമ്യഹം. സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണമെന്ന് അതൊക്കെയാണ് വരണം കേട്ടോ. ജാനകീം വാക്ചരൈർവിർധ്യ ദുഃഖിതം നിതരാമഹം കരോമി ദൃഷ്ട്വാ രാമായ നിവേദയതു വാനര ഇത്യേവം ചിന്തയൻ സീതാ സമീപ മഗമദ് ദ്രുതം. എന്താ അറിയോ? രാഘവേണ ആശു മേ മരണം കഥം ഭവേത്. എങ്ങനെയാണ് രാമനാൽ എൻ്റെ മരണം ഉടനെ സംഭവിക്കുക? സീതാർത്ഥമപി രാമ ന ആയാതി. സീതയ്ക്കായിക്കൊണ്ട് രാമൻ വരുന്നില്ല. രാമൻ്റെ കൈകൊണ്ട് എനിക്ക് മരണം സംഭവിക്കണം എന്നുള്ളത് എങ്ങനെ സാധ്യമാകും? സീതയ്ക്കായിക്കൊണ്ടൊന്നും രാമൻ ഇങ്ങോട്ട് വരില്ല. എന്താ വെച്ചാൽ കിം കാരണം ഭവേത്, പിന്നെ എന്ത് കാരണം കൊണ്ടാണ്? ഇതി ഏവം, ഇപ്രകാരം സദാ ഹൃദി രാമം ഏവ ചിന്തയൻ രാവണ. രാമനാണ് കൊല്ലുകയെന്ന് അറിയാം. അപ്പം എങ്ങനെ രാമൻ കൊല്ലും എന്ന് സദാ എപ്പോഴും ഹൃദയത്തിൽ അതാണ് വിദ്വേഷഭക്തി. എപ്പോഴും ഹൃദയത്തിൽ രാമനെ തന്നെ ചിന്തിക്കുകയാണ് രാവണൻ. എന്താ വെച്ചാൽ രാമൻ്റെ കൈ കൊണ്ട് മരിക്കുന്നറിയാം. പക്ഷെ അതെങ്ങനെ സാധ്യമാവും? അതൊരിക്കലും സാധ്യമല്ല. ലങ്കയിലേക്ക് വരുമൊന്നുമില്ല. ഇങ്ങനെ ഇതന്നെ എന്തിനു പറയണു? ചിന്ത മുഴുവൻ രാമനിലാണ്. തസ്മിൻ ദിനെ അപരരാത്രവും, ആ ദിവസം അപരരാത്രി, തലേ ദിവസം രാത്രി രാക്ഷസാധിപ രാവണ, രാക്ഷസരാജാവായ രാവണൻ സ്വപ്നത്തിൽ ഇങ്ങനെ എപ്പോഴും ശ്രീരാമനെ വിചാരിക്കുകയാണ് പറഞ്ഞുല്ലോ. തലേ ദിവസം രാത്രി സ്വപ്നത്തിൽ രാമേണ സന്ദിഷ്ട കുഞ്ചിത് വാനരഹ ആഗത്യ. രാമനാൽ സ്വപ്നത്തിൽ എന്താ കണ്ടാച്ചാൽ രാമനാൽ അയക്കപ്പെട്ട ഒരു വാനരൻ ഇവിടെ വന്നിട്ട് കാമരൂപധര സൂക്ഷ്മ വൃക്ഷാഗ്രസ്ഥ അനുപശ്യതി. എന്നിട്ട് ഇഷ്ടമുള്ള രൂപം ധരിക്കാനും സൂക്ഷ്മ ശരീരനാവാനും ഒക്കെ സാധിക്കണ അവൻ ഒരു വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നിട്ട് നോക്കുന്നുണ്ട്. ഇത് അദ്ഭുതം സ്വപ്നം ദൃഷ്ട്വ. ഇങ്ങനെയുള്ളൊരു അത്ഭുതമായിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് സഹ സ്വാത്മനി ഏവ അന്യചിന്ത. അവൻ അതന്നെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് സ്വപ്ന കഥാചിൽ സത്യ സ്യാത്. സ്വപ്നം ചിലപ്പോൾ സത്യമായിട്ട് ഭവിക്കും. അഹം തത്ര ഏവം കരോമി. ഞാൻ അതന്നെ എൻ്റെ വിശ്വാസം. ഞാൻ വിചാരിക്കേണ്ടത് വാക്ഷരൈഹി ജാനകിം വിദ്യ. ആ സ്വപ്നം സാക്ഷാത്കരിക്കണതിന് മുമ്പേ, അതായത് രാമൻ ഇങ്ങോട്ട് വരണതിൻ്റെ മുമ്പേ, അല്ലെങ്കിൽ രാമൻ വാനരനെ അയക്കുന്ന സ്വപ്നം കണ്ടുവല്ലോ. അപ്പോൾ രാമൻ അപ്രകാരം വാനരനെ അയക്കുന്നതിന് മുമ്പ് വിദ്യ വാക്ഷരങ്ങൾ കൊണ്ട്, അതായത് സീതയെ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ജാനകിയെ മുറിപ്പെടുത്തിയിട്ട് വേദനിപ്പിച്ചിട്ട് നിതരാം ദുഃഖിതാം കരോമി. ഞാൻ ദുഃഖിപ്പിക്കട്ടെ പറ്റണത്ര. വാക്കുകളാകുന്ന അമ്പുകളെ കൊണ്ട് ഞാൻ ജാനകിയെ ദുഃഖിപ്പിക്കട്ടെ. സ്വപ്നത്തിൽ കണ്ട പോലെ ശ്രീരാമൻ അയച്ചിട്ടുള്ള വാനരൻ വരണേൻ്റെ മുമ്പേ വാനരഹ ദൃഷ്ടുവ. വാനരൻ കണ്ടിട്ട് രാമായ നിവേദയു. ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ വാനരൻ ഇവിടെ വന്നിട്ട് പിന്നെ കണ്ട വിവരം രാമനെ അറിയിക്കട്ടെ. ഇത് ഏവം ചിന്തയൻ. ഇത് വിചാരിച്ചിട്ട് ദ്രുതം. അതുകൊണ്ടാണ് സീതയുടെ അടുത്തേക്ക് വരണതേ, സീതയെ വേദനിപ്പിക്കാനാ. സീതാ സമീപം അഗമത്. വേഗം സീതയുടെ അടുത്തേക്ക് വന്നു എന്ന്. എന്താ ഇപ്പം രാവണൻ്റെ നോക്കൂ. രാവണൻ ഈ വരാണ്ടായ കാരണം പറയുകയാണ് സീതയുടെ അടുത്തേക്ക്. ഇപ്പോഴേ രാത്രിയാണേ. രാമൻ്റെ കൈകണ്ട് എനിക്ക് മരണം അനുഭവിക്കാൻ എങ്ങനെ ഉണ്ടാവുക? രാമൻ സീതയെ വീണ്ടെടുപ്പാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ എത്ര ദിവസമായിട്ട് വന്നിട്ടില്ല. എന്തായിരിക്കും വരാതിരിക്കാൻ കാരണം? രാമന് സാധിക്കാത്തഞ്ഞിട്ടൊന്നും ആവില്ല. ഇതൊക്കെ ആലോചിച്ച് എപ്പോഴും രാമനെ തന്നെ ഹൃദയത്തിൽ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് രാവണൻ. അപ്പം അങ്ങനെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കാൻ നമ്മൾ ചിലപ്പോൾ അതന്നെ സ്വപ്നം കാണുമല്ലോ. പകല മുഴുവൻ ഇങ്ങനെ രാമൻ ഇതുവരെ വന്നില്ല, രാമൻ്റെ കൈ കൊണ്ട് എനിക്ക് പിന്നെ എങ്ങനെ മരണം സംഭവിക്കും, ഇത്ര ദിവസമായിട്ട് വന്നില്ലല്ലോ, അപ്പോൾ രാമൻ വരുമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ എങ്ങനെ രാമൻ്റെ കൈ കൊണ്ട് എനിക്ക് മരണം സംഭവിക്കും? ഇങ്ങനെയാണ് പകൽ മുഴുവൻ. അപ്പം ഇങ്ങനെ എപ്പോഴും രാമനെ തന്നെ പകൽ മുഴുവനെ വിചാരിച്ചപ്പോൾ എന്തായി? ആ ദിവസം ഹനുമാൻ ഇപ്പോൾ വന്നില്ലേ, അന്നത്തെ ദിവസം രാത്രി അർദ്ധരാത്രിക്ക് ശേഷം രാവണൻ സ്വപ്നം കണ്ടു. എന്താ? അതായത് തലേ ദിവസം രാത്രിയാണല്ലോ വന്നത്. എന്നിട്ട് പകൽ മുഴുവനും മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ടാണല്ലോ
പിന്നെ അപ്പോൾ ആ രാത്രി ഈ രാത്രി വന്നില്ലേ, ഇങ്ങോട്ട് കടന്നില്ലേ, ലങ്കാലക്ഷ്മിയൊക്കെ അടിച്ച് അകത്തേക്ക് വന്ന ആ രാത്രി എന്താ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടാച്ചാൽ രാമൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട് ഒരു വാനരൻ ലങ്കയിൽ വന്നു. ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. ഒരാൾ വാനരൻ വന്നു, ഇഷ്ടം പോലെ രൂപമൊക്കെ മാറ്റാൻ കഴിയണ അവൻ അതിസൂക്ഷ്മ രൂപം ധരിച്ച് സീത വസിക്കണ ആ ശിംശുവാവൃക്ഷത്തിൻ്റെ അഗ്രത്തിലിരുന്ന് സീതയെ ഉറ്റുനോക്കണു എന്നാണ് അത്ര കണ്ടത് സ്വപ്നം. അത്ഭുതമായിട്ടുള്ള ഈ സ്വപ്നം കണ്ടപ്പോൾ രാവണൻ മനസ്സിൽ വിചാരിച്ചു, അയ്യോ ചിലപ്പോൾ ഒക്കെ സ്വപ്നം സത്യമായിട്ട് വരും, അതുകൊണ്ട് ഞാൻ ആ സത്യമാവണേൻ്റെ മുമ്പേ അതുകൊണ്ട് അങ്ങനെ ഒരു വാനരൻ വരുവിട്ട് ചെയ്താലോ, അതുകൊണ്ട് സീതയുടെ അടുത്ത് ചെന്നിട്ട് വാക്ഷരങ്ങളെ കൊണ്ട് അവളെ മുറിപ്പെടുത്തട്ടെ, ദുഃഖിപ്പിക്കാം. എന്നിട്ട് വാനരൻ രാമനോട് അറിഞ്ഞ് രാമൻ എപ്പോഴാച്ചാ വരട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആ രാത്രി തന്നെ കാലതാമസം ഇല്ലാതെ സീതയുടെ സമീപത്ത് എത്തിച്ചേർന്നു എന്ന് പറയാണ്. രാത്രി സമയത്ത് വാനൻ വരാനുള്ള കാരണം പറയുകയാണ് കേട്ടോ. രാവണോ രാഘവേണാശു മരണം മേ കഥം ഭവേത് സീതാർത്ഥമപി നായാദി രാമ കിം കാരണം ഭവേത്. എങ്ങനെ എൻ്റെ മരണം സംഭവിക്കുക? ഇത്യേവം ചിന്തയൻ നിത്യം രാമമേവ സദാകൃതി, രാമനെ തന്നെ ആലോചിച്ചുകൊണ്ട് തസ്മിൻ ദിനേ അപരരാത്രവും രാവണോ രാക്ഷസാധിപ, അത് കാരണം തലേദിവസം രാത്രി സ്വപ്നെ രാമേണ സന്ദിഷ്ട കശ്ചിദാഗത്യ വാനര, ഒരു വാനരൻ വന്നു എന്നും കാമരൂപധര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്ഥോനുപശ്യതി, ആ ശിംശാവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടെന്ന് സ്വപ്നം കണ്ടു. ഇത് ദൃഷ്ടു അദ്ഭുതം സ്വപ്നം അത്ഭുതകരായി. സ്വാത്മന്യേവാനുചിന്യ സഹ സ്വപ്ന കഥാചിൽ സത്യ സ്യാദേവം തത്ര കരോമ്യഹം. സ്വപ്നം ചിലപ്പോൾ ഫലിക്കും എന്ന് വിചാരിച്ചിട്ട് ജാനകിയും വാക്ചരൈർവിദ്യ, വാക്കാകുന്ന ചരകൾ കൊണ്ട് ജാനകിയെ മുറിവേൽപ്പിച്ചിട്ട് ദുഃഖിതാം നിതരാമഹം, ദുഃഖിപ്പിച്ചളയാം എന്ന് വിചാരിച്ച് വന്നിട്ട് പിന്നെ വിചാരിച്ചു പിന്നെ കരോമി ദൃഷ്ട്വ രാമായ നിവേദയതു വാനര, അതെന്തായാലും ഞാൻ പോയി വേദിപ്പിച്ചളയാം, ഹനുമാൻ പോയി കണ്ട് വിവരം പറഞ്ഞ് ശ്രീരാമൻ വരട്ടെ. ഇത്യേവം ചിന്തയൻ സീതാസമീപമഗമദ്രുതം, അങ്ങനെ സീതയുടെ സമീപത്തേക്ക് വേഗത്തിൽ പോയി എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് 21 ചെയ്യാം. അതിൻ്റെ 20ൻ്റെ പകുതി ഉണ്ട് കേട്ടോ. നൂപുരാണാം കിങ്കിണീനാം ശ്രുത്വാ സിഞ്ചിതമംഗനാം മംഗന, അതൊരു വരി. സീതാഭീത ലീയമാന സ്വാത്മന്യേവ സുമധ്യമ അധോമുഖ്യശ്രുനയന സ്ഥിത രാമാർപ്പിതാന്തര. നൂപുരാണാം കിങ്കിണീനാം, നൂപുരങ്ങളുടെയും കിങ്ങിണികളുടെയും ശിഞ്ചിതം ശ്രുത്വ, അതായത് കാലുമ്പിലിട്ടത് അതിൻ്റെയും ഈ കിങ്ങിണിയുടെയൊക്കെ ശബ്ദം കേട്ടിട്ട്, ശിഞ്ചിതം ശ്രുത്വ ശബ്ദം കേട്ടിട്ട്, ഭീത പേടിച്ചിട്ടേ, സ്വാത്മനി ഏവ ലീയമാന ഭയപ്പെട്ടവളും തൻ്റെ ആത്മാവിൽ തന്നെ ലയിച്ചവളും, രാവണനെ പറ്റി ഒന്നും ആലോചിക്കണമെന്നില്ല, സുമധ്യമ അങ്കന സീത, ആ സുന്ദരിയായിട്ടുള്ള സീത, അധോമുഖി മുഖം താഴ്ത്തിയ മുഖത്തോടു കൂടിയവളും, രാമാർപ്പിത അന്തര സ്ഥിത, രാമനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ടും ഇരുന്നു. എന്താ അറിയോ, രാവണൻ്റെ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയും വാക്കോണ്ടേ, അതായത് സീതയോട് പറയും എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും, അങ്ങനെ എപ്പോഴും കുറേ പ്രാവശ്യം ചെയ്യും. അപ്പോൾ രാവണൻ്റെ ഒന്നിച്ച് വന്ന സ്ത്രീകളുടെ, കുറേ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട വന്നാൽ പറഞ്ഞുല്ലോ, അപ്പോൾ രാവണൻ്റെ ഒന്നിച്ച് നടക്കുന്ന സ്ത്രീകളുടെ കാലിമ്പിലത്തെ പിന്നെ എന്താണ് പാദസരവും അരയിൽ കെട്ടിയിരിക്കണ പിന്നെ അരഞ്ഞാണിൻ്റെയൊക്കെ ശബ്ദങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം കേട്ടപ്പോൾ ഭയപ്പെട്ടിട്ട് ആ പാവം സുന്ദരിയായിട്ടുള്ള സീത തന്നെത്താൻ ശരിക്കും അവനവനിൽ തന്നെ ലയിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നും ആലോചിക്കാതെ ശരീരത്തിലത്തെ അവയവങ്ങളെല്ലാം മുറുക്കി പിടിച്ച് മുഖം താഴ്ത്തി, അതായത് ഒന്നും രാവണൻ കാണാൻ ഇടവരരുത് വെച്ചിട്ടേ മുഖം താഴ്ത്തി കണ്ണിൽ നിന്ന് ജലം ഇങ്ങനെ കണ്ണീരൊഴുക്കിയിട്ട് ശ്രീരാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു എന്നാണ് പറഞ്ഞത്. നൂപുരാണം കിങ്കിണീനാം ശ്രുത്വാ സിഞ്ചിതമംഗനാഹ, കൂടുതലുള്ള സ്ത്രീകളുടെ അങ്കനകളുടെയാണ് ശബ്ദം കേട്ടത്. സീത ഭീത ലീയമാന, അതായത് സാത്മന്യേവ സുമധ്യമ, അവനവനിൽ തന്നെ
തൻ്റെ ദേഹം കാണാനും കൂടി കൊടുക്കാൻ പാടില്ല വെച്ചിട്ട് ചൂളി പിടിച്ച് തല താഴ്ത്തിയിരുന്നു. അധോമുഖ്യ അശ്രുനയന സ്ഥിത രാമാർപ്പിതാന്തര, കണ്ണുനീരൊഴുക്കിയും കൊണ്ട് ഇങ്ങനെ ചൂളിപ്പിടിച്ച് തല താഴ്ത്തിയിരുന്നു. ഇനി 22 തൊട്ട് 29 വരെ ഒന്നിച്ചാണ് കേട്ടോ, അത് കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. രാവണോപി തഥാ സീതാമാലോക്യാഹ സുമധ്യമേ മാം ദൃഷ്ട്വാ കിം വൃഥാ ശുഭ്രു സ്വാത്മന്യേവ വിലീയസേ. അപ്പോൾ രാവണൻ ചോദിക്കണതാ, എന്തിനാ അങ്ങനെ ചൂളി പിടിച്ചിരിക്കണേ എന്നെ കാണുമ്പോൾ എന്നൊക്കെ. രാമോ വനചരാണാം ഹിമധ്യേ തിഷ്ഠതി സാനുജ കഥാചിത് ദൃശ്യതേ കൈശ്ചിൽ കഥാചിന്നൈവ ദൃശ്യതേ മയാതു ബഹുധാ ലോകാ പ്രേഷിതാസ്തസ്യ ദർശനേ ന പശ്യന്തി പ്രയത്നേന വീക്ഷമാണാ സമം തഥാ. അതായത് രാമൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ കേമനാന്നൊക്കെ പറയണം. കിം കരീഷ്യസി രാമേണ നിസ്പൃഹേണ സദാ ത്വയാ സദാലിംഗിതോപി സമീപസ്ഥോപി സർവദാ ഹൃദയേസ്യ ന ച സ്നേഹസ്ത്വയി രാമസ്യ ജായതേ ത്വൽകൃതാൻ സർവഭോഗാംശ്ച ത്വദ്ഗുണാനപി രാഘവഃ ഭുഞ്ജാനോപി ന ജാനാതി കൃതഘ്നോ നിർഗുണോധമ ത്വമാനീതാ മയാ സാധ്വി ദുഃഖശോകസമാകുല ഇദാനീമപി നായാതി ഭക്തിഹീന കഥം വ്രജേത് നിസ്സത്വോ നിർമ്മമോ മാനീ മൂഢപണ്ഡിതമാനവാൻ നരാധമം തദ്വിമുഖം കിം കരിഷ്യസി ഭാമിനി ത്വയ്യതീവ സമാസക്തം മാം ഭജസ്വാസുരോത്തമം. അതായത് രാമനെ ഇടിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ രാമനെ ചീത്തയായിട്ട് പറഞ്ഞാൽ സീതയ്ക്ക് ഏറ്റവും ദുഃഖതാവുന്ന അറിയാം രാവണനെ. അതുകൊണ്ടാണ് ദുഃഖിപ്പിക്കാനായിട്ട് പറഞ്ഞില്ലേ, വാക്ശരങ്ങളെ കൊണ്ട് എയ്യാൻ തന്നെ വന്നിരിക്കണതേ. അപ്പം ഏറ്റവും അധികം സീതയ്ക്ക് ദുഃഖം എന്താണ്? ശ്രീരാമനെ പറ്റി ചീത്തയായിട്ട് പറഞ്ഞാൽ അല്ലേ. അപ്പം അതൊന്നെ കേട്ടോളൂ. ഇനി രാവണ അഭി തഥാ സീതാം ആലോക്യ ആഹ. രാവണൻ സീതയെ കണ്ടിട്ട് ചൂളിപ്പിടിച്ച് തല താഴ്ത്തിരിക്കണ സീതയെ കണ്ടിട്ട് പറഞ്ഞു, സുമധ്യമേ, ഹേ സുന്ദരി, ഹേ സുഭ്രു, അതായത് ശോഭനങ്ങളായ പിരികങ്ങളോടുകൂടിയവളെ, മാം ദൃഷ്ട, എന്നെ കണ്ടിട്ട്, സ്വാത്മനി ഏവ കിം വൃഥ വിലീയസേ, ഇങ്ങനെ ചൂളിപ്പിടിച്ചിരിക്കുന്നത് എന്തിനായിട്ടാണ്? തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നത് എന്തിനാണ്? സാനുജഹ രാമഹ, അനുജനോട് കൂടിയ രാമൻ, വനചരാണാം മധ്യേഹി തിഷ്ഠതി, ആ വനത്തിൽ തന്നെ ഉണ്ട്, ഇങ്ങോട്ടൊന്നും വരില്ലെന്ന്. എവിടുന്നാണ് ഞാൻ സീതയെ കൊണ്ടുവന്നത്? ആ വനത്തിൽ തന്നെ രാമൻ അനുജനോട് കൂടി നടക്കുന്നുണ്ട്. പിന്നെയോ കൈശ്ചിൽ കഥാചിത് ദൃശ്യതേ, ചിലപ്പോൾ കാണുന്നുണ്ട്, കഥാചിത് ന ദൃശ്യതേ ഏവ, ചിലപ്പോൾ കാണുന്നില്ല അവരെ, ചിലപ്പോൾ അങ്ങനെ കാണും, ചിലർക്ക് കാണാം, അത്രയേ ഉള്ളൂ. തസ്യ ദർശനേ, അവൻ്റെ ദർശനത്തിൽ ബഹുധാ ലോക, ബഹുവിധത്തിലുള്ള ഗൂഢപുരുഷന്മാർ, അതായത് ഈ ചാരന്മാരൊക്കെ അയക്കി. അപ്പോൾ ചാരന്മാർ പോയി പറഞ്ഞു വന്നു അവിടെ വനത്തിൽ തന്നെ ഉണ്ടെന്ന്. പ്രേഷിത, എന്നാൽ പ്രേഷിക്കപ്പെട്ടു. ഞാൻ ചാരന്മാരെ അയച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ കാണാം ചിലപ്പോൾ കാണില്ല, രണ്ടാളും കൂടി നടക്കണത് കണ്ടു എന്ന്. സമന്തത പ്രയത്നേന വീക്ഷമാണ്, 4 ഭാഗത്തും പ്രയാസപ്പെട്ട് നോക്കുന്നവരായിട്ടും കൂടെ ന പശ്യന്തി, ഇപ്പോൾ കുറേ ദിവസമായിട്ട് കാണുന്നില്ല. സദാ ത്വയി നിസ്പൃഹേണ രാമേണ, എപ്പോഴും നിന്നിൽ നിസ്പൃഹനായിരിക്കുന്ന രാമനാൽ കിം കരീഷ്യസി, നിന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ആർക്ക് ഒരു സ്പൃഹയില്ല, നിസ്പൃഹനാണ്. അങ്ങനെയുള്ള രാമനെ കൊണ്ട് കിം കരീഷ്യസി, നിനക്ക് എന്താ ഗുണമുള്ളത്? നിന്നെ തിരഞ്ഞു വരണമെന്നൊന്നും ആഗ്രഹിക്കണമെന്നില്ല രാമൻ, അവിടെ ഒന്നും കാണാൻ തന്നെ ഇല്ല, നിന്നെ തിരഞ്ഞു വരണമെന്ന് നിന്നിൽ രാമന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. സീതയെ നിന്നെ പറ്റി രാമന് യാതൊരു വിചാരവും ഇല്ല. പിന്നെ എന്തിനാ നീയെ നിനക്കതുകൊണ്ട് പിന്നെ എന്താ ഫലം? രാമനെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? ത്വയാ സദാ ആലിംഗിത അഭി, നിന്നാൽ എപ്പോഴും ആലിംഗനം ചെയ്യപ്പെടുന്നവനും, സർവദാ സമീപസ്ഥ അഭി, എപ്പോഴും സമീപത്തിരിക്കുന്നവനുമാണെങ്കിലും, അസ്യ രാമസ്യ ഹൃദയെ, ഈ രാമൻ്റെ ഹൃദയത്തിൽ ത്വയി സ്നേഹ ന ജായതേ, നിന്നിൽ സ്നേഹമില്ല. നീ മനസ്സുകൊണ്ട് എപ്പോഴും ആലിംഗനം ചെയ്ത, എപ്പോഴും നീ രാമനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിലും രാമന് നിന്നെ യാതൊരു സ്നേഹവും ഇല്ല. തോത്കൃതാൻ സർവഭോഗാൻ ച, നിന്നാൽ ഉണ്ടാകുന്ന സർവഭോഗങ്ങളെയും, ത്വദ്ഗുണാനഭി, നിൻ്റെ ഗുണങ്ങളെയും, ഭുഞ്ജാന അഭി രാഘവ, ഭുജിക്കുന്നവനാണെങ്കിലും രാഘവൻ ന ജാനാതി, നിന്നെ അറിയണേയില്ല. ഇപ്പോൾ നീ വിചാരിക്കണ പോലെയൊന്നുമല്ല.
നിർഗുണ, അധമഹ, ഗുണമില്ലാത്തവനും, അധമനും, കൃതഘ്നൻ, നന്ദി കെട്ടവനും ഒക്കെയാണ് രാമൻ. സാധ്വി, ഹേ പതിവ്രതേ, ത്വം മയാ ആനീത, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദുഃഖശോക സമാകുലാഹ, ദുഃഖശോകങ്ങൾ, അതുകൊണ്ട് നിനക്ക് വലിയ ദുഃഖം. ഇതാനും അഭി ഇന്ന ആയാതി, ഇത്രയായിട്ടും നിന്നെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ രാമൻ. ഭക്തിഹീനഹ, ഒരു സ്നേഹമില്ലാത്തവനാണ്. കഥം വ്രജേതി, എങ്ങനെ വരും? നിസ്സത്വ, ബലമില്ലാത്തവനാണ്. നിർമ്മമനാണ്, അതായത് എൻ്റെ ഭാര്യയാണ്, അങ്ങനെ രക്ഷിക്കണം എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. അമാനി, അഭിമാനമില്ലാത്തവനാണ്. മൂഢനാണ്. പണ്ഡിതനാണെന്ന് പണ്ഡിതനാണെന്ന് നടിക്കുന്നവനാണ് രാമൻ. നരാധമ തദ്വിമുഖം, പുരുഷന്മാരിൽ അധമനാണ്. നിന്നിൽ വിമുഖനാണ്, നിന്നോട് ഇൻഡിഫറൻ്റാണ്, നിന്നിൽ യാതൊരു താല്പര്യമില്ല. ഭാമിനി, ഹേ ഉത്തമേ, ത്വം കിം കരീഷ്യസി, നീ ഇവിടെ രാമനെ തന്നെ ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് എന്താ കാര്യം? ത്വയി അതീവ സമാസക്തം അസുരോത്തമം മാം ഭജസ്വ, അതിന് പകരം നിന്നിൽ അത്യന്തം സ്നേഹം ഉള്ള ആളായ അസുരന്മാരിലെ ശ്രേഷ്ഠനായ എന്നെ നീ ഭജിച്ചാലും, രാമനെ ഭജിക്കണത് വെറുതെയെന്ന്. എന്താ പറയണേ? രാവണൻ അപ്പോൾ സീതയെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ചൂളി പിടിച്ച തല താത്തിരിക്കണ സീതയെ കണ്ടപ്പോൾ രാവണനെ വേദനിപ്പിക്കാനാ തോന്നണതേ. എന്താ പറഞ്ഞേ? ഹേ സുന്ദരി, സുഭ്രു, എന്നെ കണ്ടിട്ട് നീ എന്താ ഇപ്പം ഇതുപോലെ ലജ്ജിക്കണേ? ലക്ഷ്മണസഹിതനായിട്ടുള്ള രാമൻ ആ കാട്ടിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്കൊക്കെ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ തന്നെ കിട്ടില്ല. അവനെ കണ്ടുപിടിക്കാൻ ഞാൻ കുറേ ചാരന്മാരെ അയച്ചായിരുന്നു. അവരൊക്കെ എത്ര തിരഞ്ഞിട്ടും കണ്ടില്ല. നിന്നിൽ എല്ലായ്പ്പോഴും സ്നേഹമില്ലാത്ത ആ രാമനെ കണ്ടിട്ട് നിനക്കിപ്പോൾ എന്താ ഫലം? നീ അവനെ എപ്പോഴും മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യുകയും നിൻ്റെ സമീപത്ത് വന്നിരിക്കണു സങ്കല്പിക്കുകയൊക്കെ ചെയ്യണ്ട. അവൻ്റെ ഹൃദയത്തിൽ പക്ഷെ നിന്നെ ഒരു സ്നേഹവും ഇല്ല. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം എത്ര കാലമായി? നീ അത്യന്തം ദുഃഖിക്കും ചെയ്യുന്നുണ്ട്. ഇത്ര കാലമായിട്ടും അവനൊന്ന് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു. ഈ സ്നേഹമില്ലാത്തവൻ എങ്ങനെ വരും? അവന് ശക്തിയില്ല, എൻ്റേതാണ് സീത എന്നുള്ള വിചാരമില്ല, അഭിമാനമില്ല. സാധാരണ ആണുങ്ങൾക്കുണ്ടാവണ പോലെ ഒരു മൂഢനാണ്. പണ്ഡിതനെന്ന അഭിമാനം മാത്രമേ അവനുള്ളൂ. പുരുഷാധമനാണ്. നിന്നിൽ യാതൊരു ഔത്സുക്യവും ഇല്ലാത്ത വിമുഖനാണ്. നിന്നോട് ഇൻഡിഫറൻ്റാണ്, ഒരു സ്നേഹവും ഇല്ല. അവനെ നീ എങ്ങനെ നന്നാക്കാൻ പറ്റി? നീ അതുകൊണ്ട് നിനക്കതൊന്നും സാധിക്കില്ല സീതേ. നിന്നിൽ അത്യന്തം ആസക്തനും അസുരന്മാരിൽ ഉത്തമനുമായിട്ടുള്ള ഞാൻ നിന്നെ ഇതാ സ്നേഹിച്ചു കൊണ്ട് അടുത്തിരിക്കണു. അതുകൊണ്ട് നീ എന്നെ സ്വീകരിച്ചോളൂന്ന്. അതായത് രാവണൻ ശരിക്ക് പറയാച്ചാൽ രാമനെക്കുറിച്ച് പറഞ്ഞതൊക്കെ വേണമെങ്കിൽ നമുക്ക് ദ്വയാർത്ഥമായിട്ട് എടുക്കാം. എന്താ അറിയോ? ശരിക്ക് പറയാച്ചാൽ അങ്ങനെ എടുക്കാം. ദ്വയാർത്ഥം, രണ്ടർത്ഥം ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരി, വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതായത് പരമാത്മാവായിട്ടുള്ള രാമന് മായാരൂപിണിയായിട്ടുള്ള സീതയിൽ ആസക്തിയൊന്നുമില്ല. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ്. പിന്നെ ആരോടെങ്കിലും ആസക്തി ഉണ്ടാവുമോ? അപ്പോൾ രാവണൻ പറഞ്ഞാൽ ശരിയാണ്, രാമന് ആരോടും ആസക്തിയില്ല, പരമാത്മാവാണ്. ആ നിലയ്ക്ക് എടുത്താലേ സർവവും പരിത്യജിച്ച് കാട്ടിൽ ചെന്ന് തപസ് ചെയ്യുന്നവർക്ക് മാത്രമേ ശ്രീരാമനെ കാണാൻ പറ്റുള്ളൂ. ഈ രാവണൻ്റെ ചാരന്മാർക്കൊന്നും എത്ര തെരഞ്ഞാലും കാണാൻ പറ്റില്ല. അതാണ് ചാരന്മാർക്ക് കാണാൻ പറ്റില്ല പറഞ്ഞില്ലേ? ശരിയാണ്. സർവസംഘ പരിത്യാഗികൾക്കേ ശ്രീരാമനെ കാണാൻ പറ്റുള്ളൂ. ഈ രാവണചാരന്മാർക്കൊന്നും പറ്റില്ല. പിന്നെ പരമാത്മാവായിട്ടുള്ള രാമൻ എല്ലാം ആയി വിളങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ നിൻ്റെ എന്നുള്ള അഭിമാനമൊന്നുമില്ല. എൻ്റെയാണ് സീത എന്നില്ല പറഞ്ഞില്ല. അതിനാ പറയണം. പരമാത്മാവന്നെ ആയിട്ടുള്ള ഭഗവാനെ എൻ്റെ നിൻ്റെ എന്നൊന്നുമില്ല. ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല. പിന്നെ വിട്ടുപിരിയാതിരിക്കണ മായാശക്തിയെ ഭജിക്കേണ്ട കാര്യമില്ല. എങ്കടേ രാമൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഭജിക്കണത്. നീ എന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചാൽ രാമൻ എന്നിൽ അനുഗ്രഹമുള്ളവനായി ഭവിക്കും. ഇങ്ങനെയുള്ള ഒരു ദ്വയാർത്ഥം, അതായത് രാമനെ പ്രാപിക്കാൻ തന്നെയാണ് ഞാനും ഇരിക്കണേ. അതുകൊണ്ട് നീ അനുഗ്രഹിക്കണം, നീ എന്നിൽ പ്രസാദിക്കണം എന്ന് പറയുകയാണ് സീതോണ്ട്. അതെന്ന് പറയാമെന്ന് പറയാണ്. അതായത് ആ നേരിട്ടുള്ള അർത്ഥത്തിന് പുറമേ നമ്മൾ ഈ എന്താ പറയുക, വേദാന്തപരമായിട്ടും ഈ
രാവണൻ്റെ ഈ വാക്കുകളെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണ് പറയണത്. രാവണൻ രാമനെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. പരമാത്മാവായിട്ടുള്ള രാമൻ മായാരൂപിണിയായിട്ട് സീതയെ ആസക്തനല്ല. സർവസംഘ പരിത്യാഗങ്ങൾക്ക് മാത്രമേ കാട്ടിൽ തപസ് ചെയ്യണ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. രാമന എൻ്റെ നിൻ്റെ എന്നുള്ള വിചാരമില്ല. പിന്നെ ഞാനിപ്പോൾ നിന്നെ ഭജിക്കണത് രാവണൻ പറയുകയാണ്. എനിക്ക് ആത്യന്തികമായിട്ട് രാമനെ ലഭിക്കാൻ തന്നെയാണ്. എത്ര അല്ലേ, 2 തരത്തിലും പറയാം. അപ്പം നമുക്ക് ഈ ശ്ലോകങ്ങൾ വായിച്ച് ഇവിടെ നിർത്താം. രാവണോപി തഥാ സീതാമാലോക്യാഹ സുമധ്യമേ മാം ദൃഷ്ട്വാ കിം വൃഥാ ശുഭ്രു സ്വാത്മന്യേവ വിലീയസേ രാമോ വനചരാണാം ഹി മധ്യേ തിഷ്ഠതി സാനുജ കഥാചിത് ദൃശ്യത്തെ കൈശ്ചിൽ കഥാചിന്നൈവ ദൃശ്യത്തെ. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. മയാതു ബഹുധാ ലോകാഃ പ്രേഷിതാസ്തസ്യ ദർശനേ ന പശ്യന്തി പ്രയത്നേന വീക്ഷമാണാ സമം തതഃ കിം കരിഷ്യസി രാമേണ നിസ്പൃഹേണ സദാ ത്വയാ സദാ ലിംഗിതോപി സമീപസ്ഥോപി സർവദാ ഹൃദയേസ്യ ന ച സ്നേഹസ്ത്വയി രാമസ്യ ജായത്തെ ത്വത്കൃതാദ് സർവഭോഗാംശ്ച ത്വദ്ഗുണാനപി രാഘവ ഭുഞ്ജാനോപി ന ജാനാതി കൃതഘ്നോ നിർഗുണോഥമ ത്വമാനീതാ മയാ സാധ്വി ദുഃഖശോകസമാകുല ഇദാനീമപി നായാതി ഭക്തിഹീന കഥം വ്രജേത് നിസ്സത്വോ നിർമ്മമോ മാനി മൂഢ പണ്ഡിതമാനവാൻ നരാധമം തദ്വിമുഖം കിം കരിഷ്യസി ഭാമിനി ത്വയ്യതീവ സമാസക്തം മാം ഭജസ്വാസുരോത്തമം. എന്നെ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.